അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്ന എന്നൊരു വാർത്ത ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് വന്നിട്ടുണ്ട് മക്കളെ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS Rockers. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു പൊളിക്കുക. അതായത് ഇപ്രാവശ്യം 2 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താവുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ടോപ്പ് 7 പേരാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് 5 ആണ് എല്ലാ സീസണിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ 2 പേരെ ഈ എല്ലാ മത്സരാർത്ഥികളും പോകുന്ന കൂട്ടത്തിൽ തന്നെ മീൻസ് ഇവരൊക്കെ കയറുന്നുണ്ട്. കയറിക്കഴിഞ്ഞ് നാളെയോ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്ക് എവിക്ഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ 2 പേരെ പുറത്താക്കുന്നതാണ്. ആ 2 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പേര് അക്ബറാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുന്നതെന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷ കൊണ്ടിരുന്ന അക്ബർ ടോപ്പ് 5 കയറുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അക്ബറും അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിഷമത്തോടെ വിട പറയുകയാണ്. അക്ബർ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ജയിക്കാൻ ഒരു പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷെ എന്തെന്ന് പറയാൻ, അക്ബറിന്റെ ചില ഗ്രൂപ്പിസം കാരണം ചില ഗ്രൂപ്പുകളെയൊക്കെ കൊണ്ട് തന്നെ അക്ബർ ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. ഒരു ഹീറോ എന്ന രീതിയിൽ വരാതെ ഒരു വില്ലൻ കാറ്റഗറിയിലോട്ട് അക്ബർ പോയതും കഴുകൻ എന്ന് പേര് വന്നു. അതുപോലെ തന്നെ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആൾ പുറത്തു പോകുമെന്നൊരു പേര് വന്നു. അങ്ങനെ അക്ബറിന് ഒത്തിരി നെഗറ്റീവ്സ് വന്നുകൊണ്ട് തന്നെയാണ് അക്ബർ ഈ പ്രാവശ്യം പുറത്തു പോകുന്നത്. അക്ബറും അതുപോലെ തന്നെ നെവിനും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചെങ്കിലും നെവിൻ സേവ് ആവുകയും അക്ബർ പുറത്താവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മറ്റൊരാളും പുറത്താകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ആദിലയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത്. സത്യത്തിൽ ആദില ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ആദില പലപ്പോഴും ഒരു നിഴലിലാണ്. സ്വന്തം ഒപ്പീനിയൻ പങ്കുവെക്കാൻ പറ്റാതെ എപ്പോഴും ഒരു നിഴലിലായപ്പോയതാണ് ആദിലയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ വോട്ടിങ്ങിൽ ആദിലുമുണ്ട് നൂറയുമുണ്ട്. അപ്പോൾ ഇവരുടെ ഫാൻസ് തമ്മിൽ നല്ല കൺഫ്യൂഷനിലാണ് ആർക്ക് വോട്ട് കൊടുക്കണം. ഒരാൾക്ക് വോട്ട് കുറഞ്ഞു പോയാൽ അയാൾ പുറത്തു പോകും. അപ്പോൾ ഒരാളെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒരാളെ പുറത്താക്കാനായിരിക്കും അവൻ്റെ ഫാൻസുകാർ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ആദിലയും അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിൽ ഇവരുടെ ഒപ്പം പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ 2 പേര് പ്രധാന വാതിലിലൂടെ യാത്ര പറയാൻ പോകുന്നു, അക്ബറും അതുപോലെ തന്നെ ആദിലയും. ഇത് ഒഫീഷ്യലായിട്ട് നമുക്ക് ബിഗ് ബോസ് അണിയറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാർത്തയാണ്. എവിക്ഷൻ എന്നാണ് ചെയ്യുന്നതെന്നുള്ള എക്സാക്റ്റ് പ്രമോ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ 2 പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിനുശേഷം ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഗ്രാൻഡ് ഫിനാലെ വരുന്നതായിരിക്കും. ഗ്രാൻഡ് ഫിനാലെ വന്നു കഴിയുമ്പോഴേക്കും ടോപ്പ് 5 എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ടോപ്പ് 5 ഉണ്ട്. അതുപോലെ തന്നെ ഷാനവാസ്, അനുമോൾ, അനീഷ്, നൂറ എന്നീ 5 പേരാണ് ടോപ്പ് 5 ബിഗ് ബോസ് സീസൺ മലയാളം 7 ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പം നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. എനിക്ക് സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് നല്ല ഞെട്ടലുണ്ടായിരുന്നു. ഇതേപോലത്തെ ഞെട്ടൽ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ട് എന്തായാലും ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു പൊളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.